കുടുംബശ്രീ എന്ന കേരളത്തിന്റെ മികച്ച മാതൃക, സ്ത്രീ ശാക്തീകരണം എന്ന അതിന്റെ ലക്ഷ്യം എങ്ങനെ വിജയകരമാക്കി നടപ്പിലാക്കി എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മലപ്പുറം കോൽമണ്ണ സ്വദേശിനി ഷെരീഫ സക്കീർ. അയൽ വീട്ടിൽ നിന്നും കടം വാങ്ങിയ 100 രൂപ കൊണ്ട് ഉണ്ണിയപ്പം നിർമ്മിച്ചു തുടങ്ങിയ ഷെരീഫ കുടുംബശ്രീ എന്ന സംവിധാനത്തിന്റെ ചുമലിലേറി ഇന്ന് കോടിപതിയാണ്. ഞാൻ ഇതിലേക്ക് ഒരു സംരംഭത്തിലേക്ക് തുടക്കം വെക്കണ പറഞ്ഞാൽ 10 പേർക്ക് ഉണ്ണിയപ്പം വെച്ചിട്ടാണ്. ആ 10 പേർക്ക് ഉണ്ണിയപ്പം തുടങ്ങാൻ തന്നെ തൊട്ടടുത്ത വീട്ടിലുള്ള താത്താന്റെ അടുത്ത് നിന്ന് 100 രൂപ കടം വാങ്ങിയിട്ടാണ്. അതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വാടക വീട്ടിലാണ്. 1 രൂപ പോലും എൻ്റെ കയ്യിലില്ല. തൊട്ടടുത്ത താത്താന്റെ വീട്ടിൽ പോയിട്ട് 100 രൂപ കടം വാങ്ങിയിട്ടാണ് അന്ന് 10 പേർക്ക് ഉണ്ണിയപ്പം വെക്കുന്നത്. ആ ഉണ്ണിയപ്പം തുടങ്ങാനുള്ള കാരണം പറഞ്ഞാൽ അന്ന് വീട്ടിൽ പട്ടിണിയാണ്. എൻ്റെ ഭർത്താവിന് പെയിന്റിങ് ആണ്. ആ മഴക്കാല സമയത്താണ്. മഴക്കാലത്ത് പെയിന്റിങ് ഇല്ല. ആ സമയത്ത് ഞാൻ എന്താ വീട്ടിൽ ചോറക്കാനുള്ള അരി പോലും ഇല്ല. അപ്പൊ എന്താ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഉണ്ണിയപ്പത്തിന്റെ ഇത് നോക്കിയത്. അപ്പൊ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ഞാൻ 10 പേർക്ക് ഉണ്ണിയപ്പം വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് വെച്ചോളി, പക്ഷെ റിട്ടേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ അത് എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം ആ 10 പേർക്ക് ഉണ്ണിയപ്പം പോയി. പിറ്റേ ദിവസം തൊട്ടടുത്തുള്ള കടയിൽ ഓർഡർ എടുത്തു. അങ്ങനെ കുറേശ്ശെ ഓർഡർ കൂട്ടി പോന്നു. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലായി. ഉണ്ണിയപ്പത്തിന്റെ വിതരണത്തോടൊപ്പം അടുക്കളയിൽ നിന്ന് ചെറിയ ചെറിയ ഓർഡറുകൾ സ്വീകരിച്ചു തുടങ്ങിയ ഷെരീഫ കുടുംബശ്രീ ഉദ്യോഗസ്ഥരുടെ ആശയത്തിൽ മലപ്പുറം കളക്ട്രേറ്റിൽ തുടങ്ങിയ ഡബ്ബാവാല എന്ന പേരിൽ ആരംഭിച്ച പൊതിച്ചോറ് വിതരണം ഷെരീഫ എന്ന സംരംഭകയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയായിരുന്നു. ജില്ലാ മിഷനത്തെ ഹേമലത മാഡം പറഞ്ഞു, കളക്ട്രേറ്റിലുള്ള എല്ലാ ഓഫീസിലും പോയിട്ട് ഉച്ചയൂണിനുള്ള ഓർഡർ എടുക്കുക. അവരെ മേശപ്പുറത്ത് പോയിട്ട് രാവിലെ ഓർഡർ എടുത്തിട്ട് ഉച്ചയൂണിന് എത്തിക്കണം. അങ്ങനത്തെ ഒരു ഡബ്ബാവാല പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഓപ്പൺ ആക്കി. അങ്ങനെ അത് ഏറ്റെടുത്തു. വീട്ടിൽ തുടങ്ങിയ മുത്തൂസ് കാറ്ററിംഗ് സർവീസിന് പുറമെ ഇന്ന് ഏറ്റവും പുതുതായി ആരംഭിച്ച കുടുംബശ്രീ പ്രീമിയം കഫേ അടക്കം 4ഓളം ഹോട്ടലുകളാണ് ഷെരീഫയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടക്കുന്നത്. പ്രതിമാസ വരുമാനം 3 ലക്ഷം രൂപയാണ് ഇപ്പോൾ. അതേസമയം തന്നെ കോവിഡ് കാലത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് തുടങ്ങിയ ഭക്ഷണ വിതരണം ഇന്നും ഒരു സേവനമായി ഷെരീഫ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ കോവിഡ് സമയത്തുള്ള ഭക്ഷണം ഒരു വർഷത്തിന്റെ അടുത്തൊക്കെ ആവാനായപ്പോൾ അത് നിന്നു. അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള പേഷ്യന്റിനുള്ള ഫുഡ് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്നുണ്ട്. കോവിഡ് സമയം ഫുഡ് കൊടുത്തത് കൊണ്ടാണ് നല്ലൊരു ഫുഡിന്റെ അഭിപ്രായമൊക്കെ വെച്ചിട്ട് അവർ ആ ഫുഡ് പിന്നെ എനിക്ക് ചാരിറ്റിന്റെ കീഴിലുള്ള ഒരു സ്റ്റാഫ് എനിക്ക് ആ ഫുഡ് എന്നെ ഏൽപ്പിച്ചു. അതിപ്പോ ഇന്ന് രാവിലെ വരെ ഞാൻ 10 ആൾക്കുള്ള ഫുഡ് ഞാൻ ഏറ്റെടുത്ത് അത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു കൊടുത്തു. വാടക വീടിന്റെ വാടക പോലും കൃത്യമായി നൽകാൻ കഴിയാതിരുന്ന കാലത്തു നിന്നും ഇന്ന് മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്ന മാതാവ് എന്നത് ഷെരീഫയുടെ ജീവിത നേട്ടങ്ങളിൽ പ്രധാനമാണ്. അവരുടെ മകൻ UK കാർഡിയക് സയന്റിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അഭിമാനമാണ്. ഞങ്ങളുടെ അമ്മമാർക്ക് എല്ലാവർക്കും അഭിമാനമാണ്. തൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓരോ മാതാപിതാക്കളും കൃത്യമായിട്ട് ചെയ്യാനുള്ളത്. അതിൽ അവൾ വിജയിച്ചു എന്നുള്ളത് അഭിമാനം കൊള്ളുന്നൊരു കാര്യമാണ്. തികച്ചും പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ഭർത്താവ് ഇന്ന് അവളുടെ കൂടെ കൂടി അവളുടെ സംരംഭത്തിൽ അവളുടെ തോളോട് തോള് ചേർന്നും കൊണ്ട് 2 പേരും ഒരുമിച്ച് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യവസായിക സംരംഭക എന്ന രീതിയിൽ തന്നെ വളർച്ചയുടെ പടവുകൾ കയറുമ്പോൾ പോലും മനുഷ്യസ്നേഹത്തിന്റെ മറ്റൊരു മാതൃക കൂടി ഷെരീഫ രചിച്ചുകൊണ്ടിരുന്നു. കോവിഡ് സമയത്ത് മലപ്പുറം നഗരത്തിലെ സന്നദ്ധ സേവകർക്കും പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും ഭക്ഷണം വിതരണം ചെയ്തു കഷ്ടത അനുഭവിക്കുന്നവർക്ക് തന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചും ഷെരീഫ നടത്തിയ സേവനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. സംരംഭക മേഖലയിൽ കുടുംബശ്രീ നൽകിയിട്ടുള്ള വലിയ സംഭാവനകളിലെ നമുക്ക് ഉയർത്തിക്കാണിക്കാവുന്ന മനോഹരമായിട്ടൊരു മാതൃകയാണ് ഇവർ സൃഷ്ടിച്ചിട്ടുള്ളത്. സാധാരണ വീട്ടമ്മയായി കുടുംബിനിയായി കഴിഞ്ഞിരുന്ന ഒരു സഹോദരി എങ്ങനെയാണ് സംരംഭക മേഖലകൾ വഴി പുതിയ വാതായനങ്ങൾ തുറന്നു എന്നുള്ളതിന്റെ ഒരു മികച്ച ഉദാഹരണം കൂടിയാണ് ശ്രീമതി ഷെരീഫ. ജില്ലാടിസ്ഥാനത്തിൽ മികച്ച സംരംഭക എന്നുള്ള രീതിയിൽ നിലവിൽ അവരെ അംഗീകരിക്കപ്പെട്ടു. നിരവധി വേദികളിൽ അവരുടെ മഹത്തായ പ്രവർത്തനങ്ങളെ ആദരിക്കപ്പെട്ടു. കോവിഡ് സമയ കാലഘട്ടങ്ങളിലെല്ലാം ആയിരക്കണക്കിന് രോഗികൾക്കാണ് ഒരു സേവനം എന്ന കണക്കെ
വ്യവസായവും വ്യാപാരവും എന്നുള്ള പ്രതലത്തിൽ നിന്ന് മാറി അവർ അവരുടെ ദൗത്യം നിർവഹിച്ചത്. കുടുംബശ്രീയിലെ സഹപ്രവർത്തകരുടെ അകമഴിഞ്ഞ സഹായവും ഷെരീഫയ്ക്ക് പ്രചോദനമാവുകയായിരുന്നു. ഒരുപാട് കഫേകളും നമ്മുടെ ഹോട്ടലുകളും കുടുംബശ്രീന്റെ സംഭവങ്ങൾ ഇട്ടത് കാരണം അവൾക്ക് നല്ല മികച്ചമായിട്ട് രീതിയിൽ അവളെ കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അവൾ ഇതേപോലെ ഒരു ഉയരങ്ങളിൽ എത്തട്ടെ എന്നാണ് നമ്മളെ കുടുംബശ്രീ ഒക്കെ ഒന്നടങ്കം അവളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത്. എല്ലാ സംരംഭകർക്കും ഇവളൊരു മാതൃകയാണ്. അതിൽ ഞങ്ങളും അഭിമാനിക്കുന്നു. കുടുംബശ്രീയിലെ അംഗങ്ങൾ തന്നെ പെണ്ണുങ്ങൾക്ക് കുറെ ജോലി കൂടി ഒരു ഇതോടെ കിട്ടുന്നു. ഇന്ന് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള എല്ലാ ഭക്ഷ്യമേളകളിലും ഷെരീഫയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഷെരീഫയെ തേടി നിരവധി അംഗീകാരങ്ങൾ ഇതിനകമെത്തി. ഓരോ പടവുകൾ മുകളിലോട്ട് കയറുമ്പോഴും തനിക്കൊപ്പമുള്ളവരെയും ചുറ്റുമുള്ളവരെയും ചേർത്ത് പിടിച്ചാണ് ഷെരീഫ വേറിട്ട വ്യക്തിയാകുന്നത്. കുടുംബശ്രീ വന്ന് ഈ ഉണ്ണിയപ്പത്തിന്റെ സെയിൽ നടത്തുന്ന സമയത്ത് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ തളർന്നില്ല. ഈ കുടുംബശ്രീ തന്നെ നിന്ന് ഇത്രയും നിലയ്ക്ക് എന്നെ കൊണ്ട് എത്താൻ കഴിഞ്ഞത് കുടുംബശ്രീയിലുള്ള സ്റ്റാഫും മലപ്പുറം നഗരസഭയിലെ CDS ടൂലുള്ള എൻ്റെ എല്ലാ CDS പ്രസിഡന്റും ആയിക്കൊണ്ട് എല്ലാവരും എൻ്റെ ഒപ്പത്തിനൊപ്പം നിന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നിലയ്ക്ക് എത്താൻ കഴിഞ്ഞത്. അപ്പം ഇനി ഇന്നെപ്പോലെ തന്നെ കുറേ പാവ സ്ത്രീകളുണ്ടാവും ഇതേപോലെ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നത്. ഇവരെല്ലാവരും ഇത് കണ്ടിട്ട് മുന്നോട്ട് വരണം. തന്നെ പോലെ അടിത്തട്ടിലുള്ള സ്ത്രീകൾക്ക് വ്യാവസായിക സംരംഭക ആകാനുള്ള സഹായത്തിന്റെ കൈകൂടി നീട്ടി നൽകാനും ഷെരീഫ മറക്കുന്നില്ല.